നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ സ്നേഹബന്ധം മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം വിവാഹം കഴിക്കാത്ത രണ്ടുപേര് തമ്മിൽ ഒരു വിവാഹത്തിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ അത് അങ്ങോട്ട് എത്തുന്നില്ല, അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് ജോലി പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ പൈസയുടെ ഇല്ലായ്മയായിരിക്കാം, ചിലപ്പോൾ ലോണുകൾ അടച്ചു തീർക്കാനുണ്ടാവാം, ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരിക്കാം, ഫ്രണ്ട്സിന് ഇഷ്ടമല്ലായിരിക്കാം, മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലായിരിക്കാം. അങ്ങനെയുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരാളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല മറ്റേയാളെ വിവാഹം കഴിക്കണമെന്ന്. അത് നോർമൽ ഒരാളും ഒരു വിവാഹം കഴിക്കാത്തവർ തമ്മിലുള്ള സിറ്റുവേഷൻ. ഇനിയിപ്പോ വിവാഹം കഴിച്ചവർ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ മറ്റേ ഒരാളുടെ ഭാര്യയോ ഭർത്താവോ അവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നില്ലായിരിക്കാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാം, കുട്ടികൾ ഉള്ളത് കൊണ്ട് കല്യാണത്തിലേക്ക് എത്താൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ. അപ്പോ ഏത് അവസ്ഥയിലാണെങ്കിലും എന്താണ് ഇവിടെ നിങ്ങളുടെ വിവാഹം മുമ്പോട്ട് പോകാൻ, വിവാഹത്തിലേക്ക് എത്താതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്, അതാണ് നോക്കുന്നത്. റെഡ് റോസ്, യെല്ലോ റോസും വയലറ്റ് റോസുമാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. യൂട്യൂബിലാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓരോ റീഡിങ്ങിന്റെയും ടൈം എന്നുവെച്ചാൽ റെഡ് റോസിന്റെ റെഡ് സെലക്ട് ചെയ്തവർ റീഡിങ് കഴിയുമ്പോൾ യെല്ലോ തുടങ്ങുമല്ലോ, ആ തുടങ്ങുന്നത് എത്ര സമയത്ത് ഏത് സമയത്താണെന്നുള്ള ഡീറ്റെയിൽസ്, യെല്ലോ റോസിന്റെയും ഈ വയലറ്റ് റോസിന്റെയും ഡീറ്റെയിൽസ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ടൈം സ്റ്റാമ്പ് എന്നാണ് അതിന് പറയുന്നത്, ടൈം സ്റ്റാമ്പ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. അതൊന്ന്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്റെ വീഡിയോസ് കാണുന്നവര് അതിനകത്ത് മുഴുവനും വീഡിയോ ഇടാൻ പറ്റില്ല, അപ്പൊ അതിനകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതാണ് എന്റെ ചാനലിന്റെ പേര്. ഇവിടെ വരുമ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് കാണുന്നവര് അവർക്കും ഞാൻ അതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ റീഡിങ്ങിന്റെ താഴെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വലിയ വീഡിയോയിലേക്ക് മുഴുവനുള്ള റീഡിങ്ങിലേക്ക് എത്താൻ പറ്റും. ഇത് മിക്കവർക്കും സംശയമാണ്, ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, ഇതിന്റെ ബാക്കി എവിടെയെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരം കമന്റ് കാണുന്നു, യൂട്യൂബിൽ ചില സമയത്ത് കമന്റ് കാണുന്നു. പക്ഷെ യൂട്യൂബിൽ കുറച്ചും കൂടെ ആൾക്കാർ കൃത്യമായിട്ട് എത്തി കാണുന്നുണ്ടെന്നാണ് എനിക്കൊരു തോന്നല്. അപ്പോ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇക്കാര്യം തുടർന്ന് പറയാൻ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. കാർഡുകൾ ഞാൻ മാറ്റി വെക്കുകയാണ്. ഒന്നാമത്തെ കാർഡ് ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. അതിനുശേഷമാണ് നമ്മൾ ബാക്കി റീഡിങ്ങിലേക്ക് പോവാൻ. ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അറിഞ്ഞില്ല അങ്ങനെ പറഞ്ഞപ്പോ കാർഡാണ് ഒരു കാർഡ് പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് നോക്കാം. സെൽഫ് കെയറിന്റെ കാര്യം പറയുന്നുണ്ട്, ഇമോഷണൽ കൺട്രോളിന്റെ കാര്യം പറയുന്നുണ്ട്. ഇനി വല്ല കാർഡും ഉണ്ടോ നോക്കാം. ഫാമിലി. അപ്പോ ഇവിടെ 3 കാർഡുകളാണ് കിട്ടിയത്. ഒന്നാമത്തെ കാർഡ് സെൽഫ് കെയർ. നിങ്ങൾ ഏത് കാര്യത്തില് വളരെ 100% നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ സ്വന്തം കാര്യം നോക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഭക്ഷണം, ഡിസിപ്ലിൻ, എക്സസൈസ്, ശരീരശുദ്ധി, എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മരുന്നുകൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. കാരണം നിങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അതെപ്പോഴും ആലോചിക്കണം കേട്ടോ. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന എന്താ പറയാ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരിക്കലും യൂസ് ചെയ്യരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടതെന്ന് പറയുന്നത്. നിങ്ങളിപ്പോ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ എന്താ പറയാ വേറെ ആളെ വിളിക്കൂ, അവരുടെ കൂടെ പോകൂ. ഹോസ്പിറ്റൽ അത്യാവശ്യം എനിക്കിവിടെ ജോലിയുണ്ട്, ഞാൻ മീറ്റിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കരുത്.
അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ സമ്പാദിക്കുന്നതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ടല്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരാളുടെ പ്രസൻസ് വേണ്ടി വരുമ്പോൾ അവിടെ പൈസ കൊണ്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ അവിടെ വേണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ചില സമയത്ത് തിരക്കിലാണെങ്കിൽ ചേട്ടനെ വിളിച്ചു പറ, ചേച്ചിയെ വിളിച്ചു പറ, മറ്റേ അപ്പുറത്തെ വീട്ടിലെ ആളെ വിളിച്ചു പറ എന്നൊക്കെ പറയാറുണ്ട് മിക്കതും. കാരണം എനിക്ക് ഭയങ്കര ബിസിയായ മീറ്റിംഗ് ആണ്, എനിക്ക് പ്രോജക്റ്റ് ഇപ്പൊ സമർപ്പിക്കാനുള്ള സമയമില്ല, നീ പൊക്കോ. അല്ലെങ്കിൽ അമ്മയോട് പറ എന്നൊക്കെ മക്കളോട് പറയുന്ന ആളുകളുണ്ട്. തിരക്കിലാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പനിയാണെന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പനിയാണെന്ന് വിളിച്ചു പറയുമ്പോൾ അമ്മയുണ്ടല്ലോ അവിടെ, അമ്മയോട് സംസാരിക്കാം, അമ്മയോട് മരുന്ന് തരാൻ പറ എന്ന് വെച്ച് ഫോൺ വെക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒന്നും അത്ര ആ സ്നേഹബന്ധം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ആണ് നോക്കുന്നത്. ഒരു റിഗ്രറ്റ്, ഡിസപ്പോയിന്റ്മെന്റ്, ഒരു നഷ്ടബോധം, എന്താ പറയാ, തുടങ്ങിയത് ശരിയായില്ല, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇത്രയും ആയി എന്നിട്ടും ഒരു കമ്മിറ്റ്മെന്റ് കിട്ടിയിട്ടില്ല എന്നൊരു ചിന്ത. എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ ഇതിന് കമ്മിറ്റ് ചെയ്യുന്നു. കമ്മിറ്റ് ചെയ്യാന്നാണ്. ഇപ്പൊ ഒരാളോട് ഒരു ചോദ്യം, നിങ്ങൾ ഇത് ചെയ്യുമോ, അപ്പൊ അയാൾ യെസ് ഓർ നോ പറയുന്നു. പക്ഷെ അയാൾ നോക്കട്ടെ, ചെയ്യണോ വേണ്ട, അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ നമുക്കൊരു സ്ഥിരത അല്ല, ഒരു കൺഫർമേഷൻ ഇല്ല. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ വ്യക്തി എന്റെ കൂടെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ, അതാണ് കമ്മിറ്റ്മെന്റ്. മിക്കവർക്കും ആ വേർഡ് പിടുത്തം കിട്ടാറില്ല. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം, എന്നൊരു കൺഫർമേഷൻ, അത് ആ വ്യക്തി തരണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകുന്നു എന്നൊരു പിടുത്തമില്ല. വേറെ ഓപ്ഷൻസ് വരുമ്പോഴും അത് നമ്മൾ എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ട്. അപ്പൊ ഇതൊരു ചില സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെന്ന്, അതാണ് വേറൊരു കാര്യം. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് അത്രയും സ്നേഹമായതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കാനും നിങ്ങൾ സ്നേഹിക്കാനുമായിട്ട് വേറെ ആൾക്കാരുണ്ട്, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ്. അപ്പൊ ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്, ഒരു തീരുമാനം എടുക്കാതെയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇരിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇമോഷണൽ ആയിട്ട് ഒട്ടും ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഒന്ന് ഷഫിൾ ചെയ്ത് വെക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഭയങ്കര ചിന്തകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില്. നിങ്ങളുടെ എനർജിയാണ് ഈ വരുന്നത്. എന്ന് വെച്ചാല് ഉറക്കമില്ല നിങ്ങൾക്ക്. നാളെ എന്താവും ഒരു പിടുത്തമില്ല, നാളെ ഈ വ്യക്തി ഉണ്ടാവുമോന്ന് അറിയില്ല, ഇനിയിപ്പോ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, ഇനിയിപ്പോ എങ്ങനെ ഒഴിവാക്കുക. നിങ്ങൾ ആകെ ഉറക്കമില്ലാത്ത, വളരെ ആങ്ഷ്യസ് ആയ, വളരെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. 9 ഓഫ് വേർഡ്സ് ആണ് അത്. 9 ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ്. ഈ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ട് ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് വിടുന്നില്ല. അതാണ് ഈ ടെൻഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപേക്ഷിക്കണമെന്ന് അറിയാമെങ്കിലും നിങ്ങളായിട്ട് ഇതിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്, ഈ റിലേഷൻഷിപ്പിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണെന്നാണ് കാണുന്നത്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഏസ് ഓഫ് വാൻസും പേജ് ഓഫ് പെന്റക്കിൾസും ആണ്. ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഏസ് ഓഫ് വാൻസ്. എന്ന് വെച്ചാല് നമുക്ക് കാര്യങ്ങൾ അറിയാം, ഇത് തുടക്കത്തില് ഉള്ള അതേ എനർജിയാണ്, മുമ്പോട്ട് പോകുന്നില്ല, സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്, കുറച്ച് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ പ്രായത്തിൽ വ്യത്യാസമുള്ള ഒരാളായിട്ടായിരിക്കും നിങ്ങളുടെ ബന്ധം. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ, ഇതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ചിന്തിക്കുന്ന, ഒരു ഫ്യൂച്ചറിൽ ഇത് ഓപ്ഷൻ ഉണ്ടോ, ഫ്യൂച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുമോ എന്നൊക്കെ ഒരു ചിന്ത ഇവിടെ ആർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയാ തുടക്കത്തിന്റെ ആ ഫീലിംഗ് ആണ്, ഇത് മുമ്പോട്ട് പോകുന്നില്ല എന്നൊരു ചിന്ത. മറ്റേ ആൾക്ക് ഇതിന്റെ എന്താണ് ഫ്യൂച്ചർ, ഈ വ്യക്തി ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഇതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയാൽ എനിക്ക് എന്താണ് ഗുണം,
എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, എന്റെ വീട്ടുകാർ സമ്മതിക്കുമോ, പല കാര്യങ്ങൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ ഇവിടെ ഒരു 3 കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മജിഷ്യനും പേജ് ഓഫ് സ്വേർഡ്സും സ്റ്റാറും ആണ് ഇവിടെ വന്നിട്ട്. ഞാൻ അടുത്ത് സോഡിയാക് സൈൻ പറഞ്ഞില്ല അല്ലെ. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഇത് പേജ് ഓഫ് പെന്റക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇപ്പൊ വന്നിരിക്കുന്നത് ജെമിനിയും അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ് ആണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരു എന്താ പറയാ, ഇത് ഈ വ്യക്തി ചിലർ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു തീരുമാനം എടുക്കുന്നില്ല. അപ്പൊ അവര് മനസ്സിൽ ചിന്തിക്കുന്നത് ഇത് നടക്കാനുണ്ടെങ്കിൽ നടക്കും, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ. ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണം, നിങ്ങളൊരു കൺഫേംഡ് റിലേഷൻഷിപ്പിൽ ആവണം, ഇതൊരു വിവാഹത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യണ്ട, ഇത് വിധിയാണ്, ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ നടക്കും എന്ന മട്ടില് നടക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനായിട്ട് തീരുമാനമൊന്നും എടുക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പൊക്കോളും, വിധി ഉണ്ടെങ്കിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളില്ലേ. പക്ഷെ അങ്ങനെയുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് അവര് വിധിയുണ്ട് നടക്കില്ല എന്നാൽ അവര് കൊടിയെന്നിട്ട് പോവും, അതിന് യോഗമില്ല എന്ന് പറഞ്ഞ് പോവും. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താവും, അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അപ്പൊ ഈ വ്യക്തി അങ്ങനത്തെ നിങ്ങളോടും പറയുന്നതാണ്, നമ്മളൊന്നും ചെയ്യണ്ട, ഇത് വിധി ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും, നമ്മൾ ഇന്നത്തെ ഈ നിമിഷത്തിലെ ജീവിതം മാത്രം നോക്കിയാൽ മതി, ഫ്യൂച്ചർ നമ്മൾക്ക് നോക്കണ്ട, യോഗമുണ്ടെങ്കിൽ നടക്കുമെന്നാണ് നിങ്ങളോട് ഈ വ്യക്തി പറയുന്നത്. നിങ്ങൾക്ക് പക്ഷെ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്, പക്ഷെ ഈ ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരാളോട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഇതേ ഒരു എനർജി ആണെങ്കിലേ സക്സസ്ഫുൾ ആകുള്ളൂ. കാരണം നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും, എന്നും ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ. നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഡെവിൾ കാർഡും ടവറുമാണ് വരുന്നത്. ഈ വ്യക്തി കുറച്ചൊരു സാഡിസം ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാല് ഇത് എങ്ങനെ ആയാലും ഈ വ്യക്തിക്ക് പ്രശ്നമില്ല എന്നൊരു മനസ്സുള്ളതാണ്. കാരണം ഇവിടെ ഡെവിൾ ചെകുത്താന്റെ എനർജിയാണുള്ളത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ടവറും. അപ്പോ ഈ എന്താ പറയാ, മറ്റുള്ളവർ വീഴുമ്പോ കൈകൊട്ടിച്ചിരിക്കുന്ന ആളില്ലേ, എന്ന് വെച്ചാൽ അയാളുടെ ജീവിതവും കുറച്ച് പ്രശ്നത്തിലാണ്, എന്നാലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അത് എഫക്റ്റ് ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ നിങ്ങൾ കുഴിച്ചാടിയാലും കുഴപ്പമില്ല എന്ന് ആ ഒരു സിറ്റുവേഷൻ ഇത് എങ്ങനെ പോകുന്നെന്ന് അറിയാൻ നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ചൊരു ഇഡിയറ്റ് ഒരു ക്യാരക്ടറുള്ള സ്വഭാവമുള്ള ഒരാളാണിത്. ഇത് കാപ്രിക്കോണും ഇത് സ്കോർപിയോവുമാണ്. അപ്പൊ ഈ വ്യക്തി പറയുന്നത്, ഈ വ്യക്തി ചിലപ്പോ ഈ റിലേഷൻഷിപ്പിനെ ഒരു ടവർ മൊമെന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കുന്നുണ്ട്. ഇത് ഈ റിലേഷൻഷിപ്പ് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ടവർ മൊമെന്റിലേക്ക് മനഃപൂർവ്വം എത്തിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ വ്യക്തി ഇത് എവിടെ ഏതൊരു ചിലർ എക്സ്പെരിമെന്റ് ചെയ്യില്ലേ, ഓക്കെ ഇങ്ങനെ ചെയ്താലേ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ചെയ്താലേ എവിടം വരെ എത്തും, ഈ റിലേഷൻഷിപ്പിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ എവിടം വരെ എത്തും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ഇങ്ങനെയുള്ള ആളുടെ കൂടെ എങ്ങനെ ജീവിക്കുക? അപ്പോ ഇവിടെ എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ വ്യക്തി തന്നെ ഇവിടെ ഒരു വലിയ തടസ്സമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത് ഈ വ്യക്തിയുടെ അറിവില്ലായ്മ കൊണ്ടാണോ ഇമ്മച്യൂരിറ്റി കൊണ്ടാണോ എന്ന് അറിയില്ല. കാരണം നിങ്ങളുടെ അത്രയും സീരിയസോടെ ഈ റിലേഷൻഷിപ്പിനെ വ്യക്തി കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്? 2 കാർഡുകളാണ് വന്നത്, മറിഞ്ഞാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഉണ്ടല്ലോ 1 2 3 4 കാർഡുകളാണ് വന്നേക്കുന്നത്. മെയിൻ ആയിട്ട് ഇവിടെ ഒരു എംപ്രസ് തല തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, പിന്നെ 2 ഓഫ് കപ്സ്, പിന്നെ ഉള്ളത് 4 ഓഫ് വാൻസും വേൾഡ് കാർഡുമാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഇതൊരു മാരേജ്, ഒരു ചിലപ്പോ ഇത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ വ്യക്തി. അതുപോലെ തന്നെ ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കാം. വിവാഹമൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്, ഉത്തരവാദിത്തങ്ങൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോ ഇവിടെ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സോഡിയാക് സൈൻ ഒന്ന് ശ്രദ്ധിക്കണം. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഇത് ടോറസ്, ലീബ്ര, ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഈ സോഡിയാക് സൈനിലുള്ള ആരോ ഒരാളായിരിക്കും നിങ്ങൾക്ക് പണി തരുന്നത്. ഇവിടെ വേറെ കാണിക്കുന്ന ആളുകള്
ഇവിടെ ഒരു എംപ്രസ് ഉണ്ട്, ഇതൊരു അമ്മയാണ്. അമ്മയ്ക്കാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും എതിരായിട്ട് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ അമ്മയോ നിങ്ങളുടെ അമ്മയോ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും നിങ്ങളുടെ അമ്മ വ്യക്തിയോട് ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് എടുക്കേണ്ട, എന്റെ മകനോ മകളെയോ എനിക്ക് വേറെ ആളെ കൊണ്ട് വിവാഹം കഴിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തിയോട് പറയുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അമ്മ നിങ്ങളെ വിവാഹം കഴിക്കരുത്, അവർക്ക് ഇഷ്ടമുള്ള ആളെ ഈ വ്യക്തി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കാം. എങ്ങനെ വേണമെങ്കിലും വരാം കേട്ടോ. അപ്പോ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൊട്ടിച്ചെടുക്കണം, നശിപ്പിച്ചു കളയണമെന്ന് ഈ നിങ്ങളുടെ അമ്മയോ ഈ വ്യക്തിയുടെ അമ്മയോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ത്രീ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പുരുഷനായിരിക്കാം, പക്ഷെ സ്ത്രീയുടെ എനർജിയിലുള്ള ഒരാളായിരിക്കാം. എന്തായാലും നല്ലതായിട്ട് പാര വെക്കുന്ന, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുന്ന, അത് ഈ റിലേഷൻഷിപ്പ് ഒഴിവാക്കിയെടുക്കാൻ നോക്കുന്ന, പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന. ഇവിടെ വേൾഡ് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഈ വ്യക്തി അന്യഭാഷക്കാരനായിരിക്കാം, അന്യദേശക്കാരനായിരിക്കാം, അന്യ മതസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ഫോറിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഇവിടെ അല്ലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ മകനോ മകളോ വിവാഹം കഴിച്ചാൽ എപ്പോഴും എനിക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ കൾച്ചറിലേക്ക് പോകും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ച് പേടിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ അമ്മയോ ഈ വ്യക്തിയുടെ അമ്മയോ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ തടസ്സമായിട്ട് നിൽക്കുന്ന ഇവരാണ്. നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള ഈ ഐക്യം അത് നശിപ്പിച്ചെടുക്കണം, നിങ്ങളുടെ വിവാഹം നടക്കരുത് എന്നാണ് നിങ്ങളുടെ അമ്മയോ ഈ വ്യക്തിയുടെ അമ്മയോ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു അമ്മയാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. സോഡിയാക് സൈൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽ മെസ്സേജസ് എന്താണ് പറയുന്നത്, ഏഞ്ചൽസ് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഭഗവാനെ, ഞാൻ എന്നാലും ഭഗവാനെ എന്ന് വിളിക്കാറ്. ഏഞ്ചൽസിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ ഞാൻ ഹിന്ദുവാണ്, അപ്പൊ ഞങ്ങൾക്ക് ദേവതമാരൊക്കെ ഉണ്ട്, എന്നാലും എന്തോ ഏഞ്ചൽസിനാണല്ലോ ചിറകുള്ളത്. അപ്പൊ ആ ചിറകിൽ നിന്നൊരു തൂവലാണ് ഞാൻ കണ്ടത്. അത് വല്ലാത്തൊരു കളർ പച്ച. അപ്പൊ എനിക്കറിയില്ല, ഏഞ്ചൽസ് അറിയില്ല. കുറെ നമുക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. എന്തായാലും നമ്മൾ മെസ്സേജ് നോക്കുകയാണ്. എന്തായാലും ഇവരെ സൃഷ്ടിച്ച ദൈവം തന്നെയാണല്ലോ. കെമിസ്ട്രി, നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയ കെമിസ്ട്രി ഉണ്ടെന്നാണ്. ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ന്യൂ ലവ്, ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റാർഡ് യുവർ റൊമാൻറ്റിക് ഫീലിംഗ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ടോ, അതോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ലവ് ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം ഏഞ്ചൽ മെസ്സേജിന് വരുന്നുണ്ട്. പിന്നെ അൺറിക്വറ്റഡ് ലവ് ആണ്, തിരിച്ചു കിട്ടാത്ത സ്നേഹം. അപ്പോ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും വന്ന് കയറി, തേർഡ് പാർട്ടി കണക്ഷൻ വന്ന് കയറിയിട്ടുണ്ടോ? എന്തായാലും നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഫിസിക്കൽ അട്രാക്ഷൻ ആണ് വളരെ കൂടുതൽ എന്നാണ് പറയുന്നത്, അല്ലാതെ ലവിന്റെ ഒരു ഇത് കാണിക്കുന്നില്ല. ഈ സ്നേഹം തിരിച്ചു കിട്ടാത്ത സ്നേഹമാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് സൂക്ഷിക്കുക. ഈ ഒന്നാമത്തെ റെഡ് റോസ് എടുത്തവരെ ഒന്ന് സൂക്ഷിക്കുക. നമ്മളെല്ലാവരും ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുക, വളരെ പ്രായോഗികമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മളുടെ വിവാഹമൊക്കെ. അപ്പോ ഇമോഷണൽ ആയിട്ട് അതിനകത്ത് പെരുമാറിയിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ, അപ്പൊ അത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ കളർ എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്കിതൊന്ന് ഷഫിൾ ചെയ്യണം, അത് നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്താണ് വന്നത്, ഓവറോൾ എനർജി കാണിക്കുന്ന 2 of Wands റിവേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിൽ ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ഗോളാണ്, രണ്ട് ഉദ്ദേശമാണ്. രണ്ടുപേർക്കും റിലേഷൻഷിപ്പിലാവുമ്പോൾ നമുക്ക് ഒരു ഉദ്ദേശമാണ്, വിവാഹം, ഭാവി ജീവിതം, ഒരുമിച്ചുള്ള ഭാവി ജീവിതം, രണ്ടുപേരുടെയും സന്തോഷം, രണ്ടുപേരുടെയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, മക്കള് എല്ലാമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടു തരം ഗോളാണ് റിലേഷൻഷിപ്പ് കൊണ്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമാണോ അതോ ആണോന്ന് അറിയില്ല. ഒരു കാല് മുമ്പോട്ട് വെച്ചിട്ട് മറ്റേ കാല് എടുത്തു വെച്ചിട്ടില്ല, ഉറച്ചു നിന്നിട്ടില്ല ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് തന്നെയാണോ? ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ചിലര് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാം, ഇതിലും ബെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് വേറെ വരുന്ന ആളെ നോക്കാം. അപ്പൊ ഇവിടെ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല, കൺഫർമേഷൻ കൊടുക്കുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഈ വ്യക്തിയോട് പറയുന്നില്ല ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ടല്ലാന്ന്. പക്ഷെ എന്നാലും നിങ്ങൾ ചിലര്
ഇവിടെ ഈ വ്യക്തിയോടും കണക്ഷൻ വെക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ ബെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കാം എന്ന മനസ്സോടെ നിൽക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണിത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് നോക്കാം. നിങ്ങളുടെ അതാണ് ഓവറോൾ എനർജി. റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സുഗമമായി മുമ്പോട്ട് പോകാതിരിക്കാൻ തടസ്സമായിട്ട് ആരാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും നമ്മളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ 7 of Wands-ഉം Page of Cups-ഉമാണ് കാണിക്കുന്നത്. 7 of Wands എന്ന് പറയുമ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. Page of Cups Cancer, Pisces, Scorpio ആണ്. Page of Cups എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ചില സമയത്ത് റിലേഷൻഷിപ്പിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. പലരും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോടോ പല റൂമേഴ്സ് പറയുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കാം. നിങ്ങളെ അവർ ഈ പറയുന്ന ആളുകള് നിങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോൾ നിങ്ങൾ അയ്യോ വേണ്ട, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ഈ വ്യക്തിയെ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പദപോക്കലായിരിക്കാം ഇവർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിക്കുന്നുണ്ട്. അവരെ എല്ലാം വിരട്ടി ഓടിക്കാൻ നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് അവർ പറയുന്നത് ശരിയല്ലേ എന്നൊരു സംശയം വരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ പണി കിട്ടിയാലോ, ഇനിയിപ്പം ഇവരുടെ പാസ്റ്റ് എങ്ങനെയാണ്, ഇനിയിപ്പോ എൻ്റെ അടുത്ത് ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ നല്ല ഒരു പാസ്റ്റ് ഇല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നമാകുമോ എന്നൊരു ടെൻഷൻ നിങ്ങളിൽ ആർക്കോ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. കുറെയൊക്കെ നിങ്ങൾ തടസ്സം നിൽക്കുന്നേ അങ്ങനെയല്ല, എന്നാലും മനസ്സിന്റെ ഉള്ളിൽ കുറെ പേര് പറയുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ, അതുകൊണ്ടായിരിക്കാം രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു എനർജിയിലാകുമ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെന്റ് കൊടുക്കില്ല. എപ്പോ വേണമെങ്കിലും ഇറങ്ങി പോകാം, അങ്ങനത്തെ ഇത് മുമ്പോട്ട് പോകില്ല എന്നൊരു ചിന്ത വരും. ഇത് നിങ്ങൾ കമ്മിറ്റ്മെന്റ് കൊടുക്കാത്തോ മറ്റേയാൾ നിങ്ങൾ തമാശക്കാണ് നിൽക്കുന്നത് വെച്ചാൽ ആ വ്യക്തിയും കമ്മിറ്റ്മെന്റ് തരാം. അങ്ങനെ ഒരു പ്രശ്നം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിക്കുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് വന്നിട്ടുണ്ട്, ഫൂൾ റിവേഴ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റും അപ്രൈറ്റ് വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു പേടിയില്ല, നിങ്ങൾ പറ്റിക്കുന്നുണ്ടോ എന്നൊരു പേടി ഈ വ്യക്തിക്കുണ്ട്. ഈ വ്യക്തിയല്ല നിങ്ങളെ പറ്റിക്കുന്നത്, നിങ്ങൾ പറ്റിക്കുന്നതാണോ എന്നൊരു പേടി ഈ വ്യക്തിക്കുണ്ട്. നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോ ഈ അവസ്ഥ ഈ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് സ്നേഹത്തിലായി കഴിഞ്ഞാൽ അത് വളരെയധികം നിങ്ങൾ ഇതിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെയധികം ഹൃദയവേദന ഉണ്ടാവും വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഈ വ്യക്തി അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന് മട്ടിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെ ജഡ്ജ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഒരു കൺഫർമേഷൻ ആയാൽ മാത്രമേ, നിങ്ങൾ കൺഫേം ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു പോസിറ്റീവ് ഒരു സിഗ്നൽ കിട്ടിയാൽ മാത്രമേ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് കമ്മിറ്റ്മെന്റ് തരുള്ളൂ കേട്ടോ. അപ്പോ ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നുണ്ട്, അപ്പൊ കാണിക്കുന്നുണ്ട്. അപ്പൊ വ്യക്തിക്ക് ഒരു സംശയം, നിങ്ങൾ ഈ വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ എന്താ പറയാ സംശയത്തോടെയാണ് വ്യക്തിയെ നോക്കുന്നത്, ഈ വ്യക്തിയുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ പക്ഷെ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ടാണ് തുറന്ന് പറയാത്തത്. ചില നിങ്ങൾ വെറുതെ കളിയാക്കുമോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ചിലര് പറഞ്ഞില്ലേ ഹൃദയം തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിയിരിപ്പൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് നിങ്ങളെ ഈ വ്യക്തി കാണുന്നത്, പേടിയാണ്. അപ്പൊ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കളിയാക്കുമോ, അല്ലെങ്കിൽ എന്നാലും പിന്നെ നിങ്ങൾ വെറുതെ പറയാ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമോ എന്നൊരു പേടിയില്ല. ചിലപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നേരത്തെ. അപ്പൊ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇത് അക്വേറിയസ്, ഏരീസ് ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത് സ്കോർപിയോ. ഇവിടെ വാട്ടർ സൈൻ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോ പെട്ടെന്ന് വന്നതാണ് 7 of Swords. 7 of Swords-ഉം എംപ്രസ് റിവേഴ്സുമാണ് വന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കിയപ്പോ നിങ്ങൾ ഒരു എന്താ പറയാ, നിങ്ങളെ ഈ വ്യക്തി പരിചയപ്പെട്ടപ്പോ നിങ്ങൾ വളരെ എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്നേഹത്തോടെ നോക്കുന്നു. ഭൂമി ദേവിയാണ് എംപ്രസ്. വളരെ ഫെർട്ടൈൽ ആയ
എല്ലാവരോടും നല്ല സന്തോഷത്തിലും സമാധാനത്തിനോടും സംസാരിക്കുന്ന, വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന, മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഒപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഓഫീസിലൊക്കെ കൊണ്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള മനസ്സുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി നിങ്ങളെ അങ്ങനെയാണ് കണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൃഗങ്ങളെല്ലാം ഇഷ്ടം. ഈ വ്യക്തി ചിലപ്പോൾ മൃഗങ്ങളെല്ലാം പെറ്റൊക്കെ ഉള്ള പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ എന്തെങ്കിലുമൊക്കെ ഫാമൊക്കെ ഉള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ മൃഗങ്ങളോട് സ്നേഹമുള്ള, പക്ഷികളോട് സ്നേഹമുള്ള ഒരാളായിരിക്കും. അപ്പൊ ആദ്യം നിങ്ങളെ കണ്ടപ്പോ അങ്ങനെ നിങ്ങൾക്കും ആ മൃഗങ്ങളോടൊക്കെ വളരെ സ്നേഹമുള്ള ഒരു ഇതാണെന്ന് തോന്നി. പക്ഷെ ഇപ്പൊ വ്യക്തിക്ക് ഒരു സംശയമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും സ്നേഹമില്ല, നിങ്ങൾ അതിനെല്ലാം എതിരാണെന്ന്. ചിലപ്പോ നിങ്ങൾക്ക് ഈ വ്യക്തി ഒരു മൃഗത്തിനെ, പട്ടിയോ പൂച്ചയോ ഒക്കെ വളർത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു, ചിലർക്ക് മൃഗങ്ങൾ ഇഷ്ടമല്ല, നമ്മൾ അത് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം, സ്വഭാവം, അത് ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോ അങ്ങനെയുള്ളപ്പോ ഒരു മൃഗസ്നേഹി, ഒരു മൃഗസ്നേഹം ഇല്ലാത്ത എന്ന് വെച്ചാല്, ചിലർക്ക് മൃഗസ്നേഹം എന്ന് പറഞ്ഞാൽ വീട്ടില് വളർത്തുന്നതായിരിക്കാം, അകത്ത് കയറി എന്താ പറയാ കട്ടിലൊക്കെ കിടക്കും, ചിലർക്ക് അത് പിടിക്കില്ല, ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ആദ്യമൊക്കെ ഇത് അംഗീകരിച്ചു കൊടുത്തെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലായ്മ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് വ്യക്തിക്ക് ഒരു സംശയമാവുന്നത്. ഇനിയിപ്പോ കല്യാണം കഴിച്ച് ചില നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ പേജ് ഓഫ് വോൺസും 5 ഓഫ് സ്വേർഡ്സും പിന്നെ 8 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ 3 ഓഫ് വോൺസും വന്നിട്ടുണ്ട്. അപ്പോ ഇത് പേജ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിനെ കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല ഈ വ്യക്തി. എന്താണ് തടസ്സം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പണത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പണം ഇതിനകത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ജോലിക്ക് സ്ഥിരമായ ജോലി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന ഒരു ഇത് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ പൈസ പോരാ, കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞാനൊരു വിവാഹത്തിലേക്ക് പോകുമെന്നുള്ള ഒരു തടസ്സം, ആ ഒരു പൈസയുടെ തടസ്സമുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ എപ്പോഴും തർക്കം, ചിലപ്പോൾ ഈ മൃഗത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ തമ്മിൽ എപ്പോഴും തർക്കം ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ വ്യക്തിക്ക് പുറത്തേക്ക് പോകാൻ, ചിലപ്പോൾ കൂടുതൽ പൈസക്ക് വേണ്ടി എബ്രോഡ് എല്ലാം പോകാൻ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിൽ സമ്മതിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കണമെന്നാണ്, വ്യക്തിക്ക് പുറത്തേക്ക് പോകണമെന്ന്, അതും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ആ വ്യക്തിയുടെ ബ്രദറിനോ, യങ് ബ്രദറിനോ സിസ്റ്ററിന്റെ ഒക്കെ എഡ്യൂക്കേഷന്റെ കാര്യമൊക്കെ ഈ വ്യക്തിയായിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങളുടെ എനർജിയോ വ്യക്തിയുടെ എനർജിയോ ആവാം. അപ്പൊ അതിന് ആരോ തടസ്സം, നിങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു ഇതിന് ആരോ തടസ്സമാകുന്നുണ്ട്. വീട്ടുകാരെ നോക്കാൻ പാടില്ല, പൈസ മുതൽ നമ്മൾക്ക് ഉള്ളത്, നിനക്ക് എങ്ങനെ കല്യാണം കഴിക്കാം, അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, നിനക്ക് വീട്ടുകാരെ നോക്കണം അല്ലെങ്കിൽ എന്തെന്നുണ്ടെങ്കിൽ ആ ഒരു നിനക്ക് അത്രയും പൈസ ഉണ്ടാവുമ്പോൾ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്ന പോലെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങള്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇനി ഏഞ്ചൽ മെസ്സേജസ് എന്താണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കാർഡ് അട്രാക്ഷൻ, നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയ അട്രാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വന്നൊരു കാർഡ്, നിങ്ങളെ കൂടെയുള്ള ആളോട് ആരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് മറ്റേ ആളോട്, പ്രശ്നമില്ലാത്ത ആളോട് അവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. ചില സമയത്ത് നമ്മൾ മൃഗങ്ങളെ ആണെങ്കിലും നമ്മളുടെ ഫാമിലി ആണെങ്കിലും ആരെയാണോ ഈ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് നിർത്തുന്നത് വെച്ചാൽ നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഫാമിലിയെ പോലെ കാണും. നമ്മളുടെ ഫാമിലി ഉപേക്ഷിക്കാൻ പറ്റില്ല, നമ്മളുടെ ഫാമിലിയെ പോലെ കാണുന്നവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. കുട്ടികൾ ആരുടെയോ, ചേട്ടന്റെ കുട്ടികളോ ചേച്ചിയുടെ കുട്ടികളോ ആരെങ്കിലും ഒക്കെ ഈ വ്യക്തി പഠിക്കാനൊക്കെ ചിലപ്പോൾ സ്പോൺസർ അങ്ങനെ ചെയ്യാറുണ്ട്, സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതൊരു അങ്ങനെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും പിടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓർഫനേജ് എന്ന് പറയാൻ പാടില്ല, കുട്ടികളെ ദൈവത്തിന്റെ മക്കൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയി ഡൊണേറ്റ് ഒക്കെ ചെയ്യായിരിക്കും, ചിലപ്പോൾ സോഷ്യൽ സർവീസ് ചെയ്യായിരിക്കും. അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ആകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് ചിലർക്ക് ആർക്കും ഇഷ്ടമല്ല ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ ഈ വ്യക്തി കുറച്ചും കൂടെ സോഷ്യൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരാണ് മറ്റേ ആളെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിലേക്ക് വന്നത് അതറിയില്ല. എന്നാലും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കണം, ശുഭാപ്തി വിശ്വാസം വേണം റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാനായിട്ട്.
കുറച്ചൊക്കെ ഫ്ലേർട്ട് ചെയ്യണം നല്ലതാണ്. വളരെ സീരിയസ് ആയിട്ടൊന്നും ഇരിക്കണ്ട. ഇടയ്ക്കൊക്കെ ഒരു റൊമാൻസ് ഒക്കെ ആകാം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം, അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അത് ട്രൂ ലവ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യണം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. തമ്മിൽ മനസ്സിലാക്കുക, തുറന്ന് സംസാരിക്കുക. കുട്ടികളെ കുറിച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട്. ചിലർക്ക് കുട്ടികൾ വേണ്ടാന്നായിരിക്കും, ചിലർക്ക് കുട്ടികൾ വേണം. അങ്ങനെ രണ്ടുപേര് ചേരുമ്പോ പണി കിട്ടും. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിരിക്കണം നിങ്ങളുടെ തീരുമാനങ്ങൾ. ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോകേണ്ടി വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. തടസ്സമായിട്ട് നിൽക്കുന്നത് രണ്ടുപേരുടെയും വിശ്വാസങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആണെന്നാണ് ഇവിടെ കണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിംഗ് ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു അവസ്ഥ. അത് ചില സമയത്ത് ഒരാള് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ഇതിൽ ഒരാള് മറ്റേയാള് പറയുന്ന എല്ലാം കേൾക്കുന്നു, എല്ലാ കാര്യവും നടത്തി കൊടുക്കുന്നു. ഭക്ഷണത്തിന് കുറവില്ല, പണത്തിന് കുറവില്ല, ഒന്നിനും കുറവില്ല. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നു. അപ്പൊ സാധിച്ച് കിട്ടുന്ന ആള് ഭയങ്കര ഹാപ്പിയാണ്. അതെന്ന് പറഞ്ഞ് ഈ കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അതിൽ നിന്ന്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഇവിടെ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് റിലേഷൻഷിപ്പിൽ എന്ന് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. എന്തായാലും നമുക്ക് അതൊന്ന് ക്ലാരിഫൈ. കാർഡ് കണ്ടപ്പോ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുമ്പോൾ മറ്റേ ആൾക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും. ഹൈ പ്രീസ്റ്റ്, ഇത് ടോറസ് സോഡിയാക് സൈൻ ആണ്. അതിനർത്ഥം വളരെയധികം വളരെ റിജിഡ് ആയിട്ടുള്ള ഒരാളാണ് റിലേഷൻഷിപ്പിൽ. എന്ന് വെച്ചാല് പണ്ടത്തെ ചിന്താഗതി പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, ആൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, അതുപോലെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, പിള്ളേർ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ ആ ഒരു മെന്റാലിറ്റിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുറുക്ക പിടിക്കുന്ന ഒരാളുണ്ട്. അപ്പോ ചില ആന്റിമാര് പറയാറുണ്ട്, കുറച്ച് പ്രായമുള്ള ആന്റിമാര് പറയും, അയ്യോ 5 മണിക്ക് പുള്ളിക്ക് ചായ കിട്ടണം, അതുകൊണ്ട് 4:30 തന്നെ ഞാൻ എഴുന്നേക്കും. ആ ഒരു അവസ്ഥ. അപ്പൊ അത് കിട്ടുന്നത് കൊണ്ട് അങ്കിള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അങ്കിളിന് ഫാമിലിയിൽ പ്രശ്നമില്ല, ഭയങ്കര ഹാപ്പി. പക്ഷെ ഈ ആന്റിയുടെ ഉറക്കം കിടക്കാൻ, ആന്റി പണിയെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോ പേരെ കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ ഒരു 10-12 മണിയാവും. അത് കഴിഞ്ഞാൽ ഉടനെ 4 മണിക്ക് ആന്റി എഴുന്നേക്കണം. ആന്റിക്ക് ഉറക്കമില്ല. ഈ അങ്കിൾ അത് മനസ്സിലാക്കുന്നില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ഇവിടെ ഒരാള് സാറ്റിസ്ഫൈഡ് ആണ്, മറ്റേ ആൾ അത്രയും ഹാപ്പി അല്ല. കാരണം അവരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, മറ്റേയാളുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് ചാരിയറ്റ് ആണ്. ഇത് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പൊക്കോട്ടെ എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. എന്നാലും ഇടയ്ക്ക് നിനക്ക് കുഴപ്പമുണ്ടോ കാലത്ത്, അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല എന്നാണ് പറയുന്നത്. ക്യാൻസർ സോഡിയാക് സൈനും ടോറസ് സോഡിയാക് സൈനുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വളരെ stubborn ആയിട്ടുള്ള എനർജിയാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല, അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കും. കാപ്പിക്ക് എന്താ മധുരം പോരല്ലോ, കടുപ്പം കുറഞ്ഞല്ലോ, ചായക്ക് കടുപ്പം കുറഞ്ഞല്ലോ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാധനം അല്ല ഉണ്ടാക്കേണ്ടത്, എന്താ ഇത് ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ അവസ്ഥയാണ്, ഞാൻ ജഡ്ജ് ചെയ്യല്ല, ഓരോരുത്തരുടെ അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പൊ ഇവിടെ കല്യാണം കഴിച്ച 2 പേര് അല്ലെങ്കിൽ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള 2 പേര് തമ്മിലുള്ള എന്തോ പ്രശ്നങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത 2 പേരും ആയിരിക്കാം, അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഭഗവാനി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചിട്ട് 2 കാർഡുകളാണ് വന്നത്. ഒരെണ്ണം എന്റെ പേത്തേക്ക് ഇട്ട് തന്നു, ഇതും കൂടെ കാണൂ എന്ന് പറഞ്ഞിട്ട്. കിങ് ഓഫ് സ്വേർഡ്സും ടെമ്പറൻസും ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാല് രാജകൽപ്പന കല്ലേ പിളർക്കും എന്നാണ് പറയുന്നത്. ഒറ്റ വാക്കേയുള്ളൂ, ഇന്നത് ഇതാവണം, ആര് പറഞ്ഞാലും കേൾക്കില്ല, അതിലൊരു വ്യത്യാസവും വരില്ല, നമുക്ക് അപ്പീലിന് പോകാനുള്ള ചാൻസും ഇല്ല, രാജാവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി. അതിലൊരു ബാലൻസ് കൊണ്ടുവരണം. അപ്പൊ അത് ഈ വ്യക്തിയുടെ ചിലപ്പോൾ മക്കളായിട്ട് പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ പ്രശ്നം ഉണ്ടാവും. അതിന് നടുക്ക് നിൽക്കുന്നത് നിങ്ങളായിരിക്കാം. ഇത് നിങ്ങളുടെ എനർജി ആവാം കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാരാന്ന് എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുക. അപ്പോ അതിന് നടുക്ക് നിൽക്കുന്നത്, ഇത് രണ്ടും കൊണ്ട് ഒരു ലെവലിലാക്കി നിൽക്കാൻ വേണ്ടി നിങ്ങൾ തത്രപ്പാടിലാണെന്നാണ് പറയുന്നത്. സാജിറ്റേറിയസ് സോഡിയാക് സൈനും അക്വേറിയസ് ലിബ്ര ജെമിനിയുമാണ് വരുന്നത്. പക്ഷെ ഈ വ്യക്തി ഒരു വ്യത്യാസവും ഇല്ല. ജനിച്ചപ്പോഴല്ല, ബോധം വന്നപ്പോ എങ്ങനെയാണോ അപ്പൊ തുടങ്ങി ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ വല്ലാത്ത ഒരു
അവസ്ഥയിലാണ്. പക്ഷെ ആരും ഇത് ഡിസ്കസ്, മക്കളുണ്ടെങ്കിൽ മക്കളും ഇത് അവഗണിക്കുകയാണ്. അമ്മച്ചിക്ക് അതാണ് ഇഷ്ടമല്ല, അമ്മയ്ക്ക് അതാണ്, ഉമ്മയ്ക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് മക്കൾ ഒഴിവാകും. ഇനിയിപ്പോ വാപ്പയാണോ അച്ഛനാണോ അപ്പച്ചനാണോ ഇത് ചെയ്യുന്നത്, ഈ പണിയെല്ലാം ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞത്. എന്തായാലും ആരും ഇല്ല, ഇടയിൽ കയറുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ രാജാവിനെ പേടിയാണ് ആൾക്കാർക്ക്, അപ്പൊ അതുകൊണ്ട് കയറുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ ടെമ്പറൻസ് കാർഡ് പറന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം അത്രയും സഹിച്ചിട്ടുണ്ടാവും പാവം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിക്കുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹമയിയായ ഒരാളാണ് കേട്ടോ. ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പ്രാരാബ്ദങ്ങളാണോ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആണോ ഈ വ്യക്തി ഇങ്ങനെ ആക്കി. വേൾഡ് കാർഡും വീൽ ഓഫ് ഫോർച്യൂണും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് പോയതെന്ന് അറിയില്ല. പിന്നെ ഉള്ളത് 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, സെലിബ്രേഷൻ. അടുത്തത് ചാരിയറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന 10 ഓഫ് കപ്സ്. അപ്പൊ ഈ വ്യക്തി വളരെ പഴയ ചിന്ത ഉള്ള ഒരാളാണ്. ചില അച്ഛന്മാരൊക്കെ ഇപ്പോഴത്തെ പിന്നെയും ഡാഡിമാര്, ഇപ്പോഴത്തെ ജനറേഷനിലും പിന്നെയും വ്യത്യാസമുണ്ട്. നമ്മളുടെ ഡാഡിമാര് ഭയങ്കര അങ്ങനെ ഇരിക്കും, മക്കളൊന്നും അധികം സംസാരിക്കില്ല, ഭയങ്കര റെസ്പെക്ട് ആണ് ഡാഡിക്ക്. ഡാഡിയുടെ കൂടെ ഇരുന്ന് TV കാണില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ട്. ഞാനൊക്കെ അതിൽ കൂടെ പോയതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു, പക്ഷെ ഇപ്പൊ ഡാഡിയും പിള്ളേരും മമ്മിയും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് എന്ത് തരം TV ചാനലും കാണും. ഞങ്ങൾക്ക് അതൊരു ചമ്മലായിരുന്നു, പേടിയായിരുന്നു. അപ്പൊ ഡാഡി അങ്ങനെ എന്ത് വിചാരിക്കുന്നു മനസ്സിലായോ, അമ്മയുടെ ബോയ് ഫ്രണ്ട്സിനൊക്കെ പറയാൻ പേടി, അവര് വീട്ടിൽ വിളിക്കാൻ പേടി, അവരെ വീട്ടിൽ കൊണ്ടുവരാൻ പേടി, ഭയങ്കര ടെൻഷൻ. ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ് അല്ല, ഫ്രണ്ട്സ്, ബോയ്സ് ഫ്രണ്ട്സ്, അവരെ കൊണ്ടുവരാൻ ടെൻഷനായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ജീവിച്ച ഒരാളാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി. ഈ ഇവിടെ കാണിക്കുന്ന ഈ വ്യക്തി, നിങ്ങളുടെ വ്യക്തി അങ്ങനത്തെ ഒരാളാണ്. കുറച്ച് പഴമ ചെറുപ്പക്കാരനായിരിക്കും, പക്ഷെ പഴമ ആഗ്രഹിക്കുന്ന, എന്റെ അച്ഛൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാള്. ഭാര്യയോട് സ്നേഹം കാണിക്കില്ല, ഭാര്യയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കില്ല, ഭക്ഷണം ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കില്ല. എന്റെ അച്ഛൻ അങ്ങനെയും ചെയ്തു, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ. അത് തെറ്റായിട്ട് തോന്നുന്നില്ല അവർക്ക്. മനസ്സിലായോ? ഭാര്യ ഇങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവ് ആരാണോ ഇവിടെ ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കുന്ന ആ ആള് അതിനു വേണ്ടി ജനിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത് അങ്ങനെയാണ് കണ്ടു ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു വളരെ സ്നേഹമുള്ള ഒരാളാണ്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് പറയുന്നത്. അപ്പോ ഈ വ്യക്തി എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഈ വ്യക്തി ഇത് തന്നെയായിരിക്കും, ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഈ വ്യക്തി ഇതിനകത്ത് ഹാപ്പിയാണ്. അതാണ് നമ്മൾ ആ 9 ഓഫ് കപ്സ് കണ്ടത്, അതുകൊണ്ട് 10 ഓഫ് കപ്സ്. ഈ വ്യക്തി ഭയങ്കര ഹാപ്പിയാണ്, ഒരു പ്രശ്നവും കാണുന്നില്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല, ആ ഒരു അറിവില്ലാത്ത ഒരാളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപിയോ, ഇത് ക്യാൻസർ പൈസസ് സ്കോർപിയോ, ഇതും ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപിയോ. പിന്നെ ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഉണ്ട്, ചാരിയറ്റ് ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്, ക്യാൻസർ പൈസസ് സ്കോർപിയോ. ഇത്രയുമാണ് ഈ വ്യക്തിയുടെ അവസ്ഥ കാണിക്കുന്നത്. ഇതാണ്. ഇനി ഇവിടെ ആരാണ് നിങ്ങളുടെ ജീവിതം? അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചപ്പോ തുടങ്ങി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ തുടങ്ങി ഇത് തന്നെയാണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പൊ ആരാണ്, പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ, അതായത് നമുക്ക് ചോദിച്ചു നോക്കാം യൂണിവേഴ്സിനോട്. ആരാണ് നിങ്ങളുടെ ബന്ധത്തിന് സുഗമമായി മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്താണ്, എന്ത് കാര്യം? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഏജ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രശ്നമായിട്ട് വരുന്ന ഏജ് ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഓക്കെ, പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, എങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ ഈ വ്യക്തി ഇത് മനസ്സിലാക്കണം, ഇത് ആരെങ്കിലും പറയണം, അവരുടെ കണ്ണ് തുറപ്പിക്കണം. മനസ്സിലായി? അതിന് ധൈര്യമുള്ള ആരുണ്ട് നിങ്ങളുടെ ചുറ്റും? ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമുണ്ടോ? അവർക്ക് അതിനുള്ള സമയമുണ്ടോ? അതൊക്കെയാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചു, പിന്നെ കല്യാണം കഴിഞ്ഞില്ല, ഇപ്പൊ എന്ത് നോക്കാൻ എന്നൊരു ചിന്ത മനസ്സിൽ വരും. എന്നുവെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ഒന്നും ഇല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഭാര്യ പിന്നെ
മരണത്തിന് ശേഷമാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ അത് ഇറങ്ങുക. അതാണ് അങ്ങനെ ഒരു കൾച്ചറാണ്. ആ ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്കും. അപ്പൊ ഈ വ്യക്തി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ജീവിതം, ഇതിൽ വ്യത്യാസം എന്ത് വരുത്താനാണ്, ഇവിടെ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ഒരാളാണ്, വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമേ ഇല്ല. ഈ വ്യക്തി ഈ പ്രശ്നം തിരിച്ചറിയണം. ഈ റിലേഷൻഷിപ്പില്, എല്ലാ റിലേഷൻഷിപ്പിലും എന്നും വർക്ക് ചെയ്യണം. നമ്മൾ രണ്ടുപേരും കൂടെ, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ഇരുന്ന് സംസാരിക്കണം. അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും ഹാപ്പിനെസ്സിന് കുറവുണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യണം. കാരണം ഇതൊരു വിഷവിത്താണ് ഈ അൺഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. ചെറിയ പ്രശ്നം വളർന്ന് 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 വരങ്ങ് വരും. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിനു മുമ്പേ ഇത് ചെറുപ്പത്തിൽ ചെറുതായിരിക്കും തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കണം, അതാണ് വേണ്ടത്. പക്ഷെ ഈ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യം നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾക്ക് പറഞ്ഞൂടെ എന്നൊരു ചോദ്യം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവാം. പറയുന്നില്ല, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന. എനിക്ക് ചില നമ്മുടെ പഴയ മലയാള സിനിമയിലെ കാർന്നോമാരെ ഓർമ്മ വരുന്നുണ്ട്. എനിക്കിത് കാണുന്നുണ്ടോ, പ്രശ്നമേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ പ്രശ്നമുണ്ടെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഈ വ്യക്തി തടസ്സം നിൽക്കുന്നത് ഇതാണ്, ഈ മനസ്സിലാക്കാനുള്ള കഴിവില്ല, അത് തിരിച്ചറിവില്ല. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നതിനുള്ള തടസ്സം. നിങ്ങൾക്കിത് ശീലമായി അല്ലെ, റിലേഷൻഷിപ്പ് കാരണം ഇത്രയും വർഷമായി. ഓക്കെ, ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണത്. ഏഞ്ചൽ മെസ്സേജസ് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ട്രസ്റ്റ്, വിശ്വാസം. വിശ്വാസം. അപ്പോ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വ്യക്തിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, വേറെ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല, വെള്ളമടിയില്ല, പരസ്ത്രീ ബന്ധമില്ല, പരപുരുഷ ബന്ധമില്ല, വെറുതെ ഇത് എന്താ പറയാ, വിശ്വാസത്തിന് കുറവൊന്നുമില്ല, മുരടൻ സ്വഭാവം, അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ മുരടി സ്വഭാവം, എന്ത് സ്വഭാവമാണോ അതാണ് പറയുന്നത്. ഇത് കല്യാണത്തിൻ്റെതാണ് കേട്ടോ. ഇതിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ ഇത് കല്യാണത്തിലേക്ക് പോകും. കുറച്ചൊക്കെ റൊമാൻസ്ഡ് ആയി ലൈഫിൽ ആകാമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ മുൻകൈ എടുത്താലും മതി. മനസ്സിലായോ? ചില ഭാര്യമാർക്ക് ഇങ്ങനെ, ചിലപ്പോ ഈ ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയോ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ, സ്നേഹത്തോടെയൊക്കെ പെരുമാറി കുറച്ചൊരു ഇമോഷണൽ ആയിട്ട് പെരുമാറി. ചിലപ്പോൾ യാന്ത്രികമായിട്ടായിരിക്കും. കാലത്ത് എഴുന്നേറ്റ് ചായ കൊടുക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, നിങ്ങൾ കുളിക്കാൻ വെള്ളം ഒഴിച്ചു ഗീസർ ഓൺ ചെയ്യട്ടെ, അത് മതി. പുള്ളി കുളിച്ചിട്ട് വരുന്നു, പുള്ളി ഓഫീസിലേക്ക് പോകുന്നു, ഒരു യാന്ത്രികം. ചിലപ്പോൾ ഫുഡ് കൊണ്ടുപോകും, നമ്മളത് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട്, വളരെ യാന്ത്രികമായ ജീവിതം എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ യാന്ത്രികതയിൽ നിങ്ങൾ കുറച്ച് വ്യത്യാസം വരിക, അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്മൂത്ത് ആവുമെന്നാണ് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ ഇവിടെ മാരേജിന്റെ പോസിബിലിറ്റി ഉണ്ട്, വിശ്വസിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റിലേഷൻഷിപ്പ്. ഈ ഒരു പ്രശ്നമാണ്, ഒരു അറിവില്ലായ്മ എന്നാ ഞാൻ പറയാ. അപ്പൊ നമ്മൾ അതാണ് കണ്ടു വളർന്നത്, അത്രയേ ഉള്ളൂ, അതേ നമുക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോ ഇതാണ് ഇന്നത്തെ അവസാനത്തെ റീഡിങ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ തീർക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.